ക്രിക്കറ്റോക്സ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് 12ാമത്തെ മാച്ചാണ്. വൈകിട്ട് 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിങ്സും തമ്മിലാണ് മത്സരം. ഈഡൻ ഗാർഡൻസിലാണ് മത്സരം നടക്കുക. പഞ്ചാബ് കഴിഞ്ഞ 2 കളിയും വിജയിച്ചിട്ടാണ് വരുന്നത്. KKR ആവട്ടെ കഴിഞ്ഞ 2 കളിയും പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. ഇന്നത്തെ കളി നടക്കുക ഈഡൻ ഗാർഡൻസിലാണ്, KKRന്റെ ഹോം ഗ്രൗണ്ടിൽ. കഴിഞ്ഞ കളിയും KKRന്റെ ഹോം ഗ്രൗണ്ടിലാണ് കളിച്ചത്. പക്ഷെ അവർ സൺറൈസേഴ്സിനോട് 60 റൺസിന്റെ ഒരു കൂറ്റൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പൊ കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ അവരുടെ സ്ക്വാഡ് അനലൈസ് ചെയ്യുമ്പോൾ പവർ റാങ്കിങ്ങിലൊക്കെ പറയുന്നതാണ്. അവർക്ക് ബൗളിങ്ങിൽ പ്രശ്നങ്ങളുണ്ട്, ബാറ്റിങ്ങിലും കുറെ ആൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് പ്രശ്നമാണ്. നമുക്ക് ഈ വീഡിയോയിൽ മാച്ച് പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പോസിബിൾ ആയ എന്നീ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഈഡൻ ഗാർഡന്റെ കാര്യത്തിലേക്ക് വന്നാൽ ചെറിയ ഗ്രൗണ്ടാണ്, അതുകൊണ്ട് ഒരു വലിയ സ്കോർ പ്രതീക്ഷിക്കാം. ഒരു 220, 210 ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ടോട്ടലാണ്. പിന്നെ കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇഞ്ചുറി കൺസേൺസും ഫോം ഔട്ടും ഒക്കെ അവർക്ക് പ്രശ്നമായി മാറിയിട്ടുണ്ട്. അവരുടെ ബൗളിംഗ് ലൈനപ്പിലൊക്കെ വലിയ രീതിയിൽ അത് കാണുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നറായ സുനിൽ നരൈൻ, അദ്ദേഹം പഴയ പ്രതിഭയിലൊന്നും ഇപ്പോഴില്ല. പിന്നെ വരുൺ ചക്രവർത്തിന്റെ കാര്യം, ഇപ്പോൾ അദ്ദേഹം ഫോം ഔട്ടിലാണ്. കഴിഞ്ഞ കളിയൊക്കെ 2 ഓവറിൽ 31 റൺസാണ് കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിന് ഇക്കളി കളിപ്പിക്കുമെന്ന് തന്നെയാണ് അവരുടെ നായകനും ഹെഡ് കോച്ചും ഒക്കെ പറയുന്നത്. പിന്നെ PBKസിന്റെ കാര്യം, പഞ്ചാബ് കിങ്സ് ഇപ്പോൾ ഇത്തവണ ഏറ്റവും മികച്ച ടീമായിട്ട് കിരീട നേട്ടത്തിലേക്ക് പോകുന്ന ഒരു വലിയ കൺസിഡറേഷൻ ആയിട്ട് കാണുന്ന ഒരു ഫേവറേറ്റ് ടീം തന്നെയാണ് PBKs. അവർ കഴിഞ്ഞ കളി ചെന്നൈയിലെ നിഷ്പ്രയാസം തോൽപ്പിച്ചു. അതിന് മുമ്പത്തെ കളി ടീം അവർ പരാജയപ്പെടുത്തി. അവർക്ക് ബാറ്റിങ്ങും ബൗളിങ്ങും ഒക്കെ എല്ലാം ഒരുപോലെ ക്ലിക്കാവുന്ന ഒരു ടീമാണ് PBKs. PBKസിന്റെ ടോപ്പ് 4 നിങ്ങൾ നോക്കണം. പൃഥ്വിരാൻ സിംഗ്, പ്രിയാനിഷാരിയ, കൂപ്പർ കനോലി, പിന്നെ ശ്രേയസ് അയ്യർ, 4 പേര് മികച്ച പ്രകടനമാണ്. ശ്രേയസ് അയ്യർ ഇപ്പൊ ഹാൻഡ് ഇഞ്ചറി ഉണ്ട്, പക്ഷെ അദ്ദേഹം കളിക്കും. അദ്ദേഹം കഴിഞ്ഞ കളിയിൽ ചെന്നൈയുടെ 50 റൺസ്. അയ്യർ ദി ഗ്രേറ്റ്. ഇപ്പൊ അയ്യറിനെ പോലെ മികച്ച ക്യാപ്റ്റനും ഒരു പ്ലെയർ വേറൊരു ടീം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. അത്രയും മികച്ച രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. പിന്നെ അവരുടെ ബോളിംഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹർഷദീപ് സിംഗ്, യശ്വന്ത് റൈച്ചർ എന്നിവരൊക്കെ മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോ കാഴ്ചവെക്കുന്നത്. പിന്നെ വിജയകുമാർ വൈശാഖ് ആവട്ടെ, നമ്മുടെ മാർക്കോ യാൻസന്റെ ഒക്കെ പ്രകടനം എടുത്ത് പറയണം. സേവർ ബാറ്റ്ലറ്റ്, അവര് മികച്ച ഫോറിനേഴ്സും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ KKRന്റെ കാര്യം, KKRന് ഇപ്പൊ രമൺദീപ് സിംഗ് ഫോം ഔട്ടാണ്. അദ്ദേഹത്തിന് 22 ഇന്നിംഗ്സിൽ നിന്ന് 19 മാത്രമേ ഏവറേജ് ഉള്ളൂ. അദ്ദേഹം സൺറൈസേഴ്സിന് 10 റൺസ് മാത്രമാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഫിനിഷറാണ് KKRന്റെ. ഓർക്കണം നിങ്ങൾ, ആ ഫിനിഷറാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. ഇനിയിപ്പോ അവർക്ക് ബെഞ്ചിലിപ്പോ ഇന്ത്യൻ ടാലന്റഡ് ആയിട്ടുള്ള മനീഷ് പാണ്ഡെ ഉണ്ട്. മനീഷ് പാണ്ഡെ ഇന്ന് കളിപ്പിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. പിന്നെ ബൗളിംഗിൽ നവദീപ് സൈനിയും ഉമ്രാൻ മാലിക്കും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെയും കളിപ്പിക്കുമെന്ന് കണ്ടറിയണം. വൈഭവ് അറോറക്ക് പകരം ഒരു പക്ഷേ ഇന്ന് നവദീപ് സൈനിയും ഉമ്രാൻ മാലിക്കൊക്കെ കളിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുൺ ചക്രവർത്തിനെ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ അങ്ങനെ കുറച്ച് 2-3 ചേഞ്ച് വരാനും സാധ്യത കൊൽക്കത്തയുടെ ഭാഗത്തുണ്ട്. പഞ്ചാബിന്റെ ഭാഗത്ത് സെയിം ടീം ആനാണ് ചാൻസ് കൂടുതൽ. ഒരു പക്ഷെ അസ്മത്തുള്ള ഒമർ സാഹിനെ കൊണ്ടുവരുമോ അറിയില്ല. സെവർ ബാറ്റക്കർ, അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിക്കും അസ്മത്തുള്ള ഒമർ സാഹി വരുന്നതാണെങ്കിൽ. പിന്നെ കാമറോൺ ഗ്രീന്റെ കാര്യം, കാമറോൺ ഗ്രീൻ 25 കോടിക്കാണ് KKR ഈ ഓപ്ഷൻ എടുത്തത്. അവർ ഏറെ പ്രതീക്ഷയോടെ എടുത്ത പ്ലെയറാണ്. ആൻഡ്രെ റസലിനെ അവര് ട്രീറ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹം റിട്ടയർഡായി. അപ്പൊ കാമറോൺ ഗ്രീൻ അവരുടെ ഭാവി കണ്ടിട്ട് എടുത്ത പ്ലെയറാണ് ഗ്രീൻ. പക്ഷെ ഗ്രീൻ എന്താണ് കളിക്കുന്നത്? കഴിഞ്ഞ കളി റൺഔട്ടായി പോയി. അതിന്റെ മുമ്പത്തെ കളിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഗ്രീൻ ആ പ്രൈസ് ടാഗിൽ വലിയ പ്രഷർ ആണോ എന്നും ചോദ്യചിഹ്നമുണ്ട് അവിടെ. മുംബൈയുടെ അദ്ദേഹം 18 റൺസാണ് എടുക്കുന്നത്. ഇന്നലെ SRHനോട് അദ്ദേഹം എടുത്ത് 2 റൺസാണ്. അപ്പൊ KKRന്റെ അതാ പറഞ്ഞ അവരുടെ ബാറ്റിംഗ് ഇൻകൺസിസ്റ്റന്റ് ആണ്. രഹാനെയൊന്നും മികച്ച ഫോമിലില്ല. ആദ്യത്തെ കളി കളിച്ച് ശരിയാണ്, രണ്ടാമത്തെ കളിയോ തീരെ കളിച്ചിട്ടില്ല. പിന്നാലെ 2 കളിയും തുടക്കം ഗംഭീരമാക്കി. 10 ബോളിൽ 30, 12 ബോളിൽ 35 അങ്ങനത്തെ തുടക്കം ഗംഭീരമാക്കുന്നുണ്ട്. പക്ഷെ അത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പിന്നെ രഘുവംശി കുറച്ച് അല്പം കളിക്കുന്നുണ്ട്. പിന്നെ റിങ്കു ഒന്നും പഴയ ഫോമിലൊന്നും ഇപ്പൊ കളിക്കുന്നില്ല. ഇത് KKR ആരാധകരോട് പറയുമ്പോൾ അവർക്ക് പിടിക്കണമെന്നില്ല, അത് വേറെ കാര്യം. പിന്നെ വിജയകുമാർ വൈശാഖിനെതിരെ
വിജയകുമാർ വൈശാഖ് ഗ്രീനെതിരെ നല്ല റെക്കോർഡുമുള്ള ബോളറാണ് വിജയകുമാർ വൈശാഖ്. അപ്പൊ അത് പഞ്ചാബ് ടീംസിന് അല്പം കൂടി ഗുണകരമാകും. പിന്നെ വൈശാഖിന്റെ കാര്യം, വൈശാഖിന് ഇപ്പൊ 5 വിക്കറ്റുകൾ ഉണ്ട് 2 കളി കൂടിയിട്ട്. അദ്ദേഹം റണ്ണ് വിട്ടുകൊടുക്കുമെങ്കിലും അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ചഹലിന്റെ കാര്യം, ചഹൽ T20 IPL ഓൾ ടൈം IPL ഏറ്റവും കൂടുതൽ വിക്കറ്റ് താരം ചഹലാണ്. 224 വിക്കറ്റാണ് സാർ എടുത്തത്. 224 224 കറക്റ്റ് സംശയങ്ങളുണ്ട്. ചഹലിന് ഇപ്പൊ അജിൻക്യ രഹാനോട് റിങ്കു സിംഗിനോട് വലിയ ഡിഫറൻസ് ഉണ്ട്. ചഹല് യഥാർത്ഥത്തിൽ അവരെന്തായാലും 46 റൺസാണ് രഹാനക്കെതിരെ ചഹൽ വിട്ടുകൊടുത്തു. 45 ബോളിൽ നിന്ന് 4 തവണ ഔട്ടാക്കുകയും ചെയ്തു. റിങ്കുവിനാവട്ടെ 19 ബോളിൽ 15 റൺസ് മാത്രമേ റിങ്കു എടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് 2 തവണ ഔട്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാൻ സിംഗിന് സുനിൽ നരേനയോട് കുറച്ചും കൂടി ബെറ്റർ ഇതുണ്ട്. അതായത് പൃഥ്വിരാൻ സിംഗ് നരേനായിട്ട് കുറച്ചും കൂടി അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. 17 പന്തിൽ 29 റൺസാണ് സുനിൽ നരേന്റെ എടുക്കുക പൃഥ്വിരാൻ അടിച്ചെടുത്തത്. ഇതുവരെ ഔട്ടായിട്ടുമില്ല. പിന്നെ PBKസിന്റെ വിൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.44 ആണ്. അതായത് ഈ ഈഡൻ ഗാർഡൻസിലെ PBKS കളിച്ച 13 കളിയിൽ 4 കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ, 9 കളി പരാജയപ്പെട്ടു. അപ്പോ അങ്ങനെ അതാവുന്നത് KKRന് ഗുണമാണ്. കാരണം ഈഡൻ ഗാർഡനിൽ വന്നിട്ട് PBKസിന് കൊൽക്കത്തയെ പരാജയപ്പെടുന്ന അത്ര എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ 2024 സീസൺ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, KKR 263 വലിയ ടോട്ടൽ എടുത്തു. പക്ഷെ പഞ്ചാബ് അനായാസം അടിച്ച് ജയിപ്പിച്ചില്ലേ. ബെയർസ്റ്റോയുടെ വെടിക്കെട്ട്, ശശാങ്ക് സിംഗിന്റെ വെടിക്കെട്ട്. അപ്പോ അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ പിച്ച് കണ്ടീഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 220 വരാനുള്ള ചാൻസ് ഉണ്ട്. മഴക്കൊന്നും വലിയ ചാൻസ് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2 ടീമിന്റെ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് വന്നാൽ, പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, പൃഥ്വിരാൻ സിംഗും പ്രിയാൻ ഷാരിയും കൂടി ഓപ്പൺ ചെയ്യും. കൂപ്പർ കണവളി നമ്പർ 3 കളിക്കും. ശ്രേയസ് അയ്യർ നമ്പർ 4, നെഹാൽ മദേര നമ്പർ 5, ശശാങ്ക് സിംഗ് നമ്പർ 6, മാർക്കസ് സ്റ്റോയിനസ് നമ്പർ 7, മാർക്കോ യാൻസ് നമ്പർ 8, സാമ്യർ ബാട്ട്ലറ്റ് അല്ലെങ്കിൽ അസ്മത്തുള്ള അമർസായി നമ്പർ 9 കളിക്കും. വിജയകുമാർ വൈശാഖ് നമ്പർ 10, ഹർഷദീപ് സിംഗ് നമ്പർ 11, യശ്വേന്ദ്ര ചഹൽ നമ്പർ 12. അത് ഇമ്പാക്ട് ആയിട്ട് ചഹൽ കളിക്കും. ഇപ്പൊ KKRന്റെ കാര്യത്തിലേക്ക് വന്നാൽ രഹാനെയും ജിന്നലിനെയും കൂടി ചേർന്ന് ഒന്നും ഓപ്പൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്യാമറോൺ ഗ്രീൻ അവരിന്ന് കളിപ്പിക്കുന്ന പ്രതീക്ഷിക്കുന്നു. നമ്പർ 3 ഗ്രീൻ വരും. നമ്പർ 4 അൻഫീൽഡ് വിക്കറ്റ് ബ്രേക്ക് ഉണ്ടാവും. നമ്പർ 5 ഒരു പ്രശ്നം, മനീഷ് പാണ്ഡെ കളിപ്പിച്ചുമെങ്കിൽ മനീഷ് പാണ്ഡെ ഇല്ലെങ്കിൽ പിന്നെ റൺദീപ് സിംഗ് തന്നെ. നമ്പർ 6 റിങ്കു, നമ്പർ 7 അല്ലെങ്കിൽ റോയ്, നമ്പർ 8 സുനിൽ നരേൻ. നമ്പർ 9 പ്രശ്നം, വൈഭവ് അറോറ അല്ലെങ്കിൽ നവദീപ് സിംഗ് അല്ലെങ്കിൽ ഉമ്രാൻ മാലിക്. നമ്പർ 10 വരുൺ ചക്രവർത്തി. നമ്പർ 11 ബ്ലസ്സിംഗ് മിശ്രബാനി. ഇമ്പാക്ട് സബായിട്ട് കാർത്തിക് ത്യാഗ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. KKRന് ജയിച്ചേ പറ്റൂ. അവരതിനു വേണ്ടിയിട്ട് എല്ലാം തുടിയിൽ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ പഞ്ചാബ് കിങ്സിനെ വിജയിച്ച് കാണുന്നത്. അപ്പൊ കൂടുതൽ വീഡിയോസിനോട് വീണ്ടും എത്തായിരിക്കും.